ഹലോ ഗായ്സ്, ഈ സംഭവത്തിനെ കണ്ടോ? സംഭവം പൊളിയല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹണ്ട് ചെയ്തെടുത്ത ചെറിയ ലോബ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ജിമിട്ടൻ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അമ്മ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ മോൻ പിടിച്ചോണ്ട് വന്ന ലോബ്സ്റ്റർ ആണ്. ഞങ്ങൾ ഇന്ന് ഇതുകൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഊമാരെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. കൊഞ്ചിൻ്റെ വർഗ്ഗമാണെങ്കിൽ തന്നെ ഊമാരെ തോടെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ് കേട്ടോ. ഈ ഒരു സാധനം കൊഞ്ചിനെ കണക്ക് തന്നെ നമുക്ക് എടുത്ത് കളയേണ്ടതുണ്ട്. മാത്രമല്ല അതിൻ്റെ ഹെഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ടാസ്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളെ കുക്കിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഊമാരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നതാണ്. ഇനി ഇത് സ്റ്റീമറിൽ വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് തുറന്ന് നോക്കാം. വാ, ബ്ലാക്ക് കളർ ഇരുന്ന സാധനം നല്ല റെഡായി മാറിയിട്ടുണ്ട്. മാത്രമല്ല നല്ല സൂപ്പർ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. പൊളി. ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മസാല തയ്യാറാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഇത്. സവാള, 2 സവാള, ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയ നാരങ്ങ ഒരു അരമുറി, കുറച്ച് കുരുമുളക്, ഒരു തക്കാളി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ. പേരിന് കടുക് കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത് എടുത്ത് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര നാരങ്ങയും കൂടെ നമ്മൾ നല്ല രീതിയിൽ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആമിക്കുട്ടി കറക്റ്റ് ടേസ്റ്റ് പറയും കേട്ടോ. കൊള്ളാമോ? സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ലോബ്സ്റ്ററാണിത്. നമുക്കിതിൽ ഈ മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കാം. ഈ മസാലയും കൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സംഭവം വേറെ ലെവലായിട്ട് മാറും കേട്ടോ. അപ്പോൾ നമ്മളെ ലോബ്സ്റ്റർ കുട്ടന്മാർ മസാലയൊക്കെ കയറി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് ഫ്രൈ ആവാൻ വേണ്ടി. ഇനി നമുക്കിത് ഇരുമ്പിച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. അയ്യോ, എല്ലാം കൂടെ അടിങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ സംഭവം. ഈ ലോബ്സ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, ഇതിന് ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അടച്ച് വെച്ച് നമ്മുടെ ലോബ്സ്റ്റർ ഫ്രൈ ശരിയായിട്ടുണ്ട്. സൂപ്പർ ഗായ്സ്, ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോഴെങ്കിൽ പറക്കി തിന്നാലോ എന്ന് ആലോചിക്കുക. നമ്മളെ ലോബ്സ്റ്റർ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മണം വന്നപ്പോൾ തന്നെ കൊതിയാവുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. വാ, സൂപ്പർ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അടിപൊളി, ഗൈസ്, ഈ സാധനം നല്ല കോസ്റ്റ്ലി ആണ്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. അപ്പം ഇതുപോലത്തെ നല്ല നല്ല കുക്കിംഗ് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.